കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Hello everyone. നമ്മൾ ഇന്ന് BA സൈക്കോളജി BPCC 107ന്റെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ BPCC 107 സോഷ്യൽ സൈക്കോളജി എന്നുള്ളൊരു സിലബസ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എടുത്ത് നോക്കിയാൽ എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില നോട്ടബിൾ പാറ്റേൺസ് കണ്ടു വന്നിട്ടുണ്ട്. അത് മേജർലി December 2021 to December 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ കാറ്റഗറൈസേഷൻ ചെയ്തിട്ട് ഡീപ്പ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേറ്ററി അനാലിസിസ് നടത്തിയപ്പോഴാണ് നമുക്ക് ആ ഒരു നോട്ടബിൾ പാറ്റേൺസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. സോ അതിൽ മനസ്സിലാക്കിയത് വെച്ച് സെക്ഷൻ A ആൻഡ് സെക്ഷൻ B രണ്ട് സെക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B. സെക്ഷൻ A എന്ന് പറയുമ്പോൾ ജനറലി ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷണൽ ആൻഡ് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിലോട്ടാണ്. ആൻഡ് സെക്ഷൻ B എന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഫിനോമിനാസിനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ Bയിൽ കണ്ടുവന്നിരിക്കുന്നത്. ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഡെഫിനിഷൻ, നേച്ചർ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് എന്തൊക്കെയാണ്, സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം എന്താണ് എന്നുള്ള രീതിയിലും എൻകൾച്ചറേഷൻ, അക്കൾച്ചറേഷൻ, മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ കോഗ്നിഷൻ, അതായത് സ്കീമ, ഹ്യൂറിസ്റ്റിക്സ്, എറേഴ്സ്, ബയാസസ് എന്നീ രീതിയിലുള്ള ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആട്രിബ്യൂഷൻ തിയറി, പേഴ്സൺ പെർസെപ്ഷനും വന്നിട്ടുണ്ട്. ഒരുപാട് തവണ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞ ആട്രിബ്യൂഷൻ തിയറീസും പേഴ്സൺ പെർസെപ്ഷനും. ബ്ലോക്ക് 4 സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ കൺഫോമിറ്റി, കംപ്ലയൻസ്, ഒബീഡിയൻസ് എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അഗ്രഷൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൺഫോമിറ്റിയും കൂടിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഒന്ന് കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ബ്ലോക്ക് 5 എടുത്ത് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ചോദിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് പ്രോസസ് എന്തൊക്കെയാണ്, സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ലീഡർഷിപ്പ് എന്താണ്, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയാണ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് പറയാനാണെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെൽഫ് ആൻഡ് ഐഡന്റിറ്റി എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് സെൽഫ് പ്രസന്റേഷൻ എന്താണ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോഷ്യൽ കോഗ്നിഷനിൽ നിന്ന് ഹ്യൂറിസ്റ്റിക്, സ്കീമ, ആട്രിബ്യൂഷൻ തിയറീസ്, റെക്കറിംഗ് ടോപ്പിക്സ് കൂടുതലായിട്ട് കണ്ടുവന്നിരിക്കുന്നത് സോഷ്യൽ കോഗ്നിഷൻ എന്നൊക്കെയാണ്. ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ, ചേഞ്ച്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറും റെഗുലർലി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. കംപ്ലയൻസ് ആൻഡ് കോൺഫോമിറ്റി അതുപോലെ അടുത്ത ടോപ്പിക്കാണ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഷോർട്ട് നോട്ട്സ് ആണ് പിന്നെ കണ്ടുവന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഷോർട്ട് നോട്ട്സ് ഇൻ ദ സെൻസ് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറേഴ്സ് ആൻഡ് ബയാസസ് ഇൻ ആട്രിബ്യൂഷൻ ഏതൊക്കെയാണ്, ഡിഫറെന്റ് തിയറീസ് റിലേറ്റഡ് ടു അഗ്രഷൻ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ ഏതൊക്കെയാണ്, വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്. അതായത് രണ്ട് ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ട് 5 മാർക്ക് 5 മാർക്കിന് മൊത്തത്തിൽ 10 മാർക്കിന് ഏതാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ BPCC 107 സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരുപോലെ വന്നിട്ടുള്ള ഒരു പേപ്പറാണ്. അത് 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും ബ്ലോക്ക് 5 ആയാലും ഒരേപോലെ എല്ലാ ബ്ലോക്കിലും വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി
പെർസെൻറ്റേജ് അനാലിസിസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 നിന്ന് നമുക്ക്, അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി നിന്ന് ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1.6 ക്വസ്റ്റ്യൻസ് ആണ് ആവറേജ് ആയിട്ട് കണ്ടിട്ടുള്ളത്, വിച്ച് ഇസ് ഡെഫിനിഷൻ, നേച്ചർ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ആവറേജ് ക്വസ്റ്റ്യൻ 1.8 ആണ് വന്നിട്ടുള്ളത്, വിച്ച് ഇസ് സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് പ്രസന്റേഷൻ, കൾച്ചറൽ ആസ്പെക്ട് ഓഫ് സെൽഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 എടുത്ത് നോക്കുവാണെങ്കിൽ സെൽഫ് സോഷ്യൽ കോഗ്നിഷൻ ആണ്, വിച്ച് ഇസ് ആവറേജ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1.4 ആണ്. എന്ന് വെച്ചാൽ കോഗ്നേറ്റീവ് പ്രോസസ്സ്, സ്കീമ, ഹ്യൂറിസ്റ്റിക്സ്, ആട്രിബ്യൂഷൻ തിയറീസ് ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 എന്ന ആവറേജ് ക്വസ്റ്റ്യൻ 1 ആണ്, വിച്ച് ഇസ് കൺഫോർമിറ്റി, കംപ്ലയൻസ്, ഒബീഡിയൻസ്, അഗ്രഷൻ ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5 ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്, ആവറേജ് ക്വസ്റ്റ്യൻസ് 0.6 ആണ്, അതായത് ലോവസ്റ്റ് ഫ്രീക്വൻസി ഇതിൽ നിന്നാണ്, ബ്ലോക്ക് 5 നിന്നാണ്. പക്ഷേ ഗ്രൂപ്പ് പ്രോസസ്സിനെ കുറിച്ചും ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യൂണിറ്റ് വൈസ് ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1.1 നിന്ന് 3 ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 1.2 നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2.1 നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 2.2 നിന്ന് 4 ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 3.1 നിന്ന് 5 ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 3.2 2 ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 4.1 3 questions. യൂണിറ്റ് 4.2 2 questions. യൂണിറ്റ് 5.1 നിന്ന് 2 ക്വസ്റ്റ്യൻസും യൂണിറ്റ് 5.2 നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് 1.2, യൂണിറ്റ് 2.1, യൂണിറ്റ് 3.1 ആണ്, വിച്ച് ഇസ് തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വീണ്ടും 5 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് മോഡറേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1.1, യൂണിറ്റ് 2.2, യൂണിറ്റ് 4.1 ഇതിൽ നിന്നാണ് മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്, വിച്ച് ഇസ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി 3 ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് 4 ക്വസ്റ്റ്യനും, പിന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നിന്ന് 3 ക്വസ്റ്റ്യനും. ഓക്കെ, ഇനി തീരെ ചോദിക്കാതെ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ കുറച്ച് യൂണിറ്റ്സ് യൂണിറ്റ് 3.2, യൂണിറ്റ് 4.2, യൂണിറ്റ് 5.1, യൂണിറ്റ് 5.2. ഓക്കെ, സോ അതിൽ നിന്നുള്ള ടോപ്പിക്സ് സോഷ്യൽ കോഗ്നിഷൻ 2, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അഗ്രഷൻ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഗ്രൂപ്പ് പ്രോസസ്സ് 2 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ ഒറ്റ ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിനർത്ഥം എന്താണ്? ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കുറവ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണ്ട, കൂടുതൽ മാത്രം പഠിച്ചാൽ മതി എന്നല്ല. എല്ലാ ടോപ്പിക്സും എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക. കാരണം വി നെവർ നോ അല്ലേ, ദിസ് ടൈം ഇഫ് വാട്ട് ഇഫ് പാറ്റേൺ ഹാസ് ചേഞ്ച്ഡ്. അപ്പൊ പാറ്റേൺ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും, നമുക്ക് എഴുതാൻ അറിയണ്ടാവില്ല. സോ അതുകൊണ്ട് എല്ലാ ടോപ്പിക്കും എല്ലാ ബ്ലോക്കും ഒരേപോലെ കവർ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ടോപ്പിക് വൈസ് ഒരു ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇതുവരെ വന്നിട്ടില്ല. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ 2 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. തിയററ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി ഇതുവരെ വന്നിട്ടില്ല, അതിനർത്ഥം ഇനി വരാം എന്നാണ്. റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി 1 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. സെൽഫ് കോൺസെപ്റ്റും സെൽഫ് എസ്റ്റീമും 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. സെൽഫ് എഫിക്കസി ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഇനി ചോദിച്ചേക്കാം. കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. കൾച്ചർ ആൻഡ് സെൽഫ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾട്രേഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. സെൽഫ് ക്രോസ് കൾച്ചർ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഇനി ചോദിച്ചേക്കാം. സ്കീമ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹ്യൂറിസ്റ്റിക്സ് 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പേഴ്സൺ പെർസെപ്ഷൻ 1 പ്രാവശ്യം വന്നിട്ടുള്ളൂ. തിയറീസ് ഓഫ് ആട്രിബ്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ ഇനി ചോദിച്ചേക്കാം. കൺഫോർമിറ്റി 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. കംപ്ലൈൻസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒബീഡിയൻസും അഗ്രഷനും ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ അഗ്രഷന്റെ കോസസിനെ കുറിച്ച് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബുള്ളിയിങ് ബിഹേവിയർ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ടൈപ്സ് ആൻഡ് കോമ്പണൻസ് 1 പ്രാവശ്യം. ഗ്രൂപ്പ് പ്രോസസ് 1 പ്രാവശ്യം. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഹയസ്റ്റ്
കൂടുതൽ, അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി, കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി മൊത്തത്തിൽ 4 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി 3 പ്രാവശ്യം, റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ്, സോഷ്യൽ സൈക്കോളജിന്റെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സെൽഫ് കോൺസെപ്റ്റ് 3, സെൽഫ് എസ്റ്റീം 3, സ്കീമ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വക ടോപ്പിക്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവാ. ഇനി മോഡറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലെവൽസ് ഓഫ് അനാലിസിസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ പെർസെപ്ഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൾച്ചർ ആൻഡ് സെൽഫ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എൻകൾട്രേഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൺഫോമിറ്റി കംപ്ലൈൻസ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബുള്ളിങ് ബിഹേവിയറും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. തീരെ ചോദിക്കാത്ത രീതിയിലുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, തിയററ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി, സെൽഫ് എഫിക്കസി, സെൽഫ് അക്രോസ് കൾച്ചേഴ്സ്, തിയറീസ് ഓഫ് ആട്രിബ്യൂഷൻ, ഒബീഡിയൻസ്, അഗ്രഷൻ, തിയററ്റിക്കൽ അപ്രോച്ചസ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇതുവരെ ചോദിക്കാത്തത്. പക്ഷെ വീണ്ടും പറയാണ്, അതിനർത്ഥം നിങ്ങൾ ആ ടോപ്പിക്സ് പഠിച്ചിട്ട് പോകരുത് അല്ലെങ്കിൽ പോവണ്ട എന്നല്ല. എല്ലാ ടോപ്പിക്സും ഒരേപോലെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്രാവശ്യം പാറ്റേൺ ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനും ഒരേപോലെ എഴുതാനായിട്ട് അറിയണം. ഓക്കെ, ഇനി ആവറേജ് മാർക്സ് നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി ആവറേജ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇതുവരെ ചോദിച്ചിട്ടില്ല. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആവറേജ് 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ലെവൽസ് ഓഫ് അനാലിസിസ് 4 മാർക്കിന്. തിയററ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി ഇതുവരെ ചോദിച്ചിട്ടില്ല. റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി ആവറേജ് 2 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് കോൺസെപ്റ്റ് 6 മാർക്ക്, സെൽഫ് എസ്റ്റീം 6 മാർക്ക്, സെൽഫ് എഫിക്കസി ഇതുവരെ ചോദിച്ചിട്ടില്ല. കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ പെർസെപ്ഷൻ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കൾച്ചർ ആൻഡ് സെൽഫ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എൻകൾട്രേഷൻ ആൻഡ് അക്കൾട്രേഷൻ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സെൽഫ് അക്രോസ് കൾച്ചർ ഇതുവരെ ചോദിച്ചിട്ടില്ല. സ്കീമ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹ്യൂറിസ്റ്റിക്സ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പേഴ്സൺ പെർസെപ്ഷൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. തിയറീസ് ഓഫ് ആട്രിബ്യൂഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. കൺഫോമിറ്റി കംപ്ലൈൻസ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒബീഡിയൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. അഗ്രഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അഗ്രഷൻ കോഴ്സ് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ബുള്ളിയിങ് ബിഹേവിയർ 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ടൈപ്സ് ആൻഡ് കോമ്പണൻസ് 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് പ്രോസസ്സസ് 2 മാർക്ക്. ഇന്റർപേഴ്സണൽ ആൻഡ് പ്രോ സോഷ്യൽ ബിഹേവിയർ ഈ 2 മാർക്ക് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നേരത്തെ പറഞ്ഞ അതേ രീതിയിലുള്ള സംഭവങ്ങളാണ്. ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഹൈ മാർക്കിന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, നേച്ചർ, റിലേഷൻഷിപ്പ്, സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം, സ്കീമ. മോഡറേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഡെഫിനിഷൻ, ലെവൽസ് ഓഫ് അനാലിസിസ്, കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ആൻഡ് കൾച്ചർ ആൻഡ് സെൽഫ് ആണ്. പിന്നെ ബാക്കി എൻകൾട്രേഷൻ, അക്കൾട്രേഷൻ, സോഴ്സസ് ഓഫ് എറേഴ്സ് ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. ലോ മാർക്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തീരെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് ലോ മാർക്സിൽ വരുന്നത്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ വീണ്ടും എന്താണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഡിസംബർ 2021, ഡിസംബർ 2022, ജൂൺ 2023 വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണെന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ട്രേസ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ ഡിസിപ്ലിൻസ്. ഇത് ഡിസംബർ 2021, 22 ജൂൺ, 23 ഡിസംബറിലും കണ്ടുവന്നിട്ടുണ്ട്. സോ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്? ഡിസ്കസ് ദി റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ ഡിസിപ്ലിൻസ്, ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവന്നിട്ടുള്ളത്. സെൽഫ് പ്രസന്റേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജൂൺ 22, ജൂൺ 23, ഡിസംബർ 23 കണ്ടുവന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഓർ എക്സ്പ്ലെയിൻ ദി തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ, ഡിസ്ക്രൈബ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. കീമേലോട്ട് വരുവാണെങ്കിൽ ഡിസംബർ 21, ജൂൺ 23, ഡിസംബർ 23 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. വിച്ച് ഈസ് എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് സ്കീമ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സ്കീമ. കംപ്ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഡിസംബർ 21, ജൂൺ 23, ഡിസംബർ 23 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് കംപ്ലയൻസ്, ഡിസ്ക്രൈബ് വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ ഗെയിനിങ് കംപ്ലയൻസ്, എക്സ്പ്ലെയിൻ ദി സ്ട്രാറ്റജീസ് ഓഫ് ഗെയിനിങ് കംപ്ലയൻസ്.
ഇനി കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്, December 22, June 23. Questions: discuss the cognitive and motivational basis of social and person perception എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നമ്മൾ ഒരേപോലെ വീണ്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്: ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻസ്, സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ്, സ്കീമ, കംപ്ലയൻസ്, കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവാം എക്സാമിന്. ഇനി അടുത്ത എക്സാമിനുള്ള പ്രഡിക്ഷൻ ചോദിക്കുവാണെങ്കിൽ വീണ്ടും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ ഡിസിപ്ലിൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ് ആൻഡ് തിയറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്, സ്കീമ വരാനുള്ള ചാൻസ് ഉണ്ട്, കംപ്ലയൻസിനെ കുറിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യം വരുന്ന പോലെ ഈ പ്രാവശ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്തൊക്കെയാണ്: ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി, റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിസിപ്ലിൻ, സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ്, സ്കീമ, കംപ്ലയൻസ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് മോഡറേറ്റ്ലി ഇനി വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺ പെർസെപ്ഷനിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ദി കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൺഫേമിറ്റി ആണെങ്കിൽ എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് കൺഫേമിറ്റി ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇറ്റ്, ഡിസ്കസ് സോളമൻ ആഷസ് റിസർച്ച് ഓൺ കൺഫേമിറ്റി. സോ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലും അവർ ചോദിച്ചിട്ടുണ്ട്, എക്സ്പെരിമെന്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബുള്ളിങ് ബിഹേവിയറിലോട്ട് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ മോട്ടീവ്സ് ബിഹൈൻഡ് ബുള്ളിങ് ബിഹേവിയറും ഡിസ്കസ് സ്റ്റെപ്സ് ടു റെഡ്യൂസ് ബുള്ളിങ് ബിഹേവിയറും ആണ് ചോദിച്ചിട്ടുള്ളത്. 4 എൻകൾട്രേഷൻ വരയ്ക്ക് വരുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻകൾട്രേഷൻ ആൻഡ് അക്കൾട്രേഷൻ, ഡിസ്കസ് ദി ഏജൻസ് ഓഫ് എൻകൾട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. സോഴ്സസ് ഓഫ് എറേഴ്സിലേക്ക് വരുവാണെങ്കിൽ വീണ്ടും എന്താണ് സോഴ്സസ് ഓഫ് എറർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഹ്യൂറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ ഇമ്പാക്റ്റും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞ ടോപ്പിക്സ്, അതായത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, റിലേഷൻഷിപ്പ്, സെൽഫ് പ്രസന്റേഷൻ, സ്കീമ, കംപ്ലയൻസ്, കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ബേസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പേഴ്സൺ പെർസെപ്ഷൻ, കൺഫേമിറ്റി, ബുള്ളിങ് ബിഹേവിയർ, എൻകൾട്രേഷൻ, സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയാണ്, അതിനർത്ഥം എന്താണ്, ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോവാന്നല്ല, അത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. പക്ഷെ എല്ലാ ബ്ലോക്കിന്നും ഒരേപോലെ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും എല്ലാ ബ്ലോക്സും ഒരേപോലെ കവർ ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള രീതിയിലുള്ള ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക ആൻസേഴ്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടതെന്ന്. ഓക്കെ, സോ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് എക്സാമ്പിൾസ്, അതിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നടത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലറൈസ് ചെയ്യുക. ആൻഡ് മെമ്മറൈസേഷൻ അല്ലെ, നമ്മൾ റോട്ട് ലേണിങ്ങിന് പകരം നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കും. ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. സൈക്കോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ്, ഇടയ്ക്ക് ഡൗട്ട് വരുന്ന സമയത്ത് മെന്റേഴ്സിന്റെ അടുത്ത് സംസാരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കാം, ഗ്രൂപ്പ് സ്റ്റഡീസ് നടത്തുക, കമ്പൈൻഡ് സ്റ്റഡീസ് നടത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി BPCC 107 നല്ലൊരു പേപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരിക്കും നിങ്ങൾക്ക്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നുള്ളതാണ് നമ്പർ. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് നോക്കുക. 7592939616. So all the best for your upcoming IGNOU exams. Thank you.